അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ആർക്കാണ് സ്വർഗം ലഭിക്കുക എന്നുള്ളത്. സ്വർഗം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയത്തിനും ഭാവിക്കാൻ പറ്റാത്ത, അതിനേക്കാളൊക്കെ എത്രയോ ഉന്നതമാണ് സ്വർഗം എന്ന് പറയുന്നത്. എന്നാൽ ആ സ്വർഗത്തിലേക്ക് ആരെല്ലാമാണ് പ്രവേശിക്കുക എന്ന് വളരെ വ്യക്തമായും കൃത്യമായും വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ വഹിയിലൂടെ ചില പ്രത്യേക വ്യക്തികൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള മാനദണ്ഡമായി പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഓരോ കാര്യത്തിനും അതിൻ്റേതായ മാർഗവും ലക്ഷ്യവും എല്ലാമുണ്ട്. നമ്മളെല്ലാവരും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ നീ നയിക്കണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അപ്പോൾ ഓരോന്നിനും ഓരോ മാർഗവും രീതിയും എല്ലാമുണ്ട്. വിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക, എങ്കിൽ നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ആ സ്വർഗത്തിനാവശ്യമായ, ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാൻ സാധിക്കും. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. ആർ പരലോകത്തെ ഉദ്ദേശിക്കുന്നുവോ അവർ അതിൻ്റേതായ പ്രവർത്തനം, ആ പരലോകത്ത് സ്വർഗം ലഭിക്കുന്നതിന് ആവശ്യമായ പരിശ്രമിച്ചു കൊള്ളട്ടെ. അങ്ങനെയുള്ള ആളുകളുടെ പരിശ്രമമായിരിക്കും നന്ദി അർഹിക്കപ്പെടുക എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള മാർഗം, അതിലേക്കുള്ള ലക്ഷ്യം, അത് രണ്ടും നന്നായിരിക്കണം. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ആമാശയത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. മലദ്വാരത്തിലൂടെ ഭക്ഷണം ആമാശയത്തിലേക്ക് പ്രവേശിപ്പിക്കാം. മൂക്കിലൂടെ നമുക്ക് ഭക്ഷണം ആമാശയത്തിലേക്ക് പ്രവേശിപ്പിക്കാം. വായിലൂടെയും നമുക്ക് ഭക്ഷണം ആമാശയത്തിലേക്ക് പ്രവേശിപ്പിക്കാം. പക്ഷേ ആരും മറ്റുള്ള മാർഗങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല. വായിലൂടെ മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ആ ഒരു രീതി, ആ ഒരു മാർഗം ഏത് ഭൗതിക കാര്യത്തിനുണ്ടോ അതുപോലെ തന്നെ ആഖിറത്തിൻ്റെ കാര്യത്തിനും പരലോക കാര്യത്തിനും അള്ളാഹു ചില മാർഗങ്ങളും വ്യവസ്ഥകളും നിശ്ചയിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ഒരു മത്സരത്തിന് ഒരാൾ പങ്കെടുക്കുകയാണെങ്കിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ജേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ 100 മീറ്റർ ഓട്ടം 1 മിനിറ്റ് കൊണ്ട് ഓടിയെങ്കിൽ അവർക്ക് ഫസ്റ്റ് ലഭിക്കുന്നുവെങ്കിൽ, അതല്ലാത്ത സമയത്ത് 1 മിനിറ്റിന് മുമ്പേ എല്ലാ ജനങ്ങളെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും സ്പീഡിൽ ഒരാൾ 100 മീറ്റർ ഓടിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം സമ്മാനം ലഭിക്കില്ല. അതുപോലെ തന്നെ വിസിലടിക്കുന്നതിന് മുമ്പ് ഓടുകയാണെങ്കിൽ, എത്ര പെട്ടെന്ന് എത്തുകയാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം സമ്മാനം ലഭിക്കുകയില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ വ്യവസ്ഥയും ചിട്ടയും മാർഗവും ലക്ഷ്യവുമൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് മാത്രമേ എല്ലാം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സ്വർഗം
ലഭിക്കാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, വിശ്വാസത്തോടു കൂടി ഇന്ന കർമ്മങ്ങൾ ചെയ്യണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖുർആൻ ഒരാവർത്തി വായിച്ച വിശ്വാസികൾക്ക്, അല്പ ബുദ്ധിയുള്ള ആളുകൾക്ക്, അല്പന്മാരല്ലാത്ത ആളുകൾക്ക് വേഗത്തിൽ മനസ്സിലാകുന്ന രീതിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം. എന്നാൽ അതൊരാവർത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ ലവലേശം സംശയത്തിന് ഒരിക്കലും അവകാശമുണ്ടായിരിക്കുകയില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് കൃത്യമായി പല ആയത്തുകളിലൂടെയും എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ഉദാഹരണം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ അല്ലദീന യുഖീമൂന അസ്സലാത്ത വമിമ്മാ റസഖ്നാഹും യൻഫിഖൂൻ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം ലഹും മഗ്ഫിറത്തും വറിസ്ഖുൻ കരീം. 5 കൂട്ടർ അവർക്ക് സ്വർഗം ഉറപ്പാണ്, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ ഹൃദയം ഭയപ്പെടുകയും അവൻ്റെ ആയാത്തുകളെ കേൾപ്പിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുകയും വിശ്വാസം വർദ്ധിക്കുകയും അവനിൽ മാത്രം ഭരമേൽപ്പിക്കുകയും നിസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന ആളുകൾക്കാണ് സ്വർഗം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഖുർആൻ പറഞ്ഞ മാർഗത്തിൽ അധിഷ്ഠിതമായ രീതിയിലുള്ള യഥാർത്ഥമായ വിശ്വാസം, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ആ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച രീതിയിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് സ്വർഗം ലഭിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിലും ഹദീസിലും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും സ്നേഹമുള്ള വ്യക്തിയായിരുന്നു അബൂ ത്വാലിബ്. നമുക്കെല്ലാവർക്കും അറിയാം. ആ അബൂ ത്വാലിബ് നരകത്തിലാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കപ്പെട്ട കാര്യമാണ്. ലോകത്ത് അത്രത്തോളം നബിയെ സ്നേഹിച്ച വ്യക്തികൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത്രമാത്രം സ്നേഹമായിരുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒരാളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ കഴിയുകയില്ല എന്ന് വന്നെങ്കിൽ ഇവിടെ ഏതെങ്കിലും അല്പബുദ്ധിയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അല്പന്മാരായ ആളുകൾക്ക് ഒരാളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളത് വെറും മൂഢധാരണ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്വർഗം എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല, നരകമെന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരം വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ തൻ്റെ വിശ്വാസത്തിൽ നിന്നാണ് താൻ വ്യതിചലിച്ചു പോകുന്നത് എന്നുള്ള ബോധമുണ്ടാകുന്നത് നല്ലതാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും യഥാർത്ഥമായ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാനും വിശ്വാസ വ്യതിയാനങ്ങളെയും വിശ്വാസ വൈകല്യങ്ങളെയും അത്തരത്തിലുള്ള എല്ലാവിധ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനും യഥാർത്ഥ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാനും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.